പോപ്പുലർ ആവുന്നതുകൊണ്ട് ധാർമ്മികനാവണമെന്നില്ല. ഒരാൾ ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്നതുകൊണ്ട് അയാളിൽ ധർമ്മവും നന്മയും ഉണ്ടാകണം എന്നില്ലെന്ന് ഏറ്റവും ഒടുവിലായി കാണിച്ചത് ഫിലിപ്പ് മമ്പാടെന്ന് പറയുന്ന മോട്ടിവേറ്ററാണ്. എന്നാൽ സമാനമായ വേറൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. സരിത എഴുതി കൊടുത്തുവിട്ട് എന്ന് പറഞ്ഞ കത്തിൽ സരിതയല്ലാതെ പുറത്തു വെച്ച് എഴുതി ചേർത്ത പേജുകൾ അത് ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയും കോടതിയിലെ ഒരു വിചാരണാ പ്രശ്നവുമായി മാറിയിരിക്കുകയാണ്. അതിൽ സത്യവും നീതിയും കണ്ടെത്തട്ടെ എന്ന് പൊതുവിൽ രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്നതിന് പകരം ഞാൻ ഇന്നലെ കേട്ട വാർത്ത KB ഗണേഷ് കുമാർ സാറ് കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇലക്ഷൻ കഴിയുന്നതുവരെ ആ കേസ് വിചാരണ ചെയ്യരുത്. എത്ര ധാർമ്മികത നിറഞ്ഞ ഒരു നിലപാടാണ്. ഇലക്ഷൻ കഴിയുന്നതുവരെ ആ കേസ് വിചാരണ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിനറിയാം പിന്നെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചുക്കും ചുണ്ണാമ്പും ഇല്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതിനിധിയുടെ മേൽ ആ സമയത്ത് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതൊന്നും ഏഷുകയില്ല. ഈ കത്ത് അന്ന് ഒരു മനുഷ്യൻ്റെ കൊലച്ചോറായിരുന്നു ചാനലുകളിലും വാർത്താമാധ്യമങ്ങളിലുമൊക്കെ വിളമ്പി കഴിച്ചത്. അത് വേറെ ആരുടെയുമല്ല. പിന്നീട് വാനോളമുയർത്തി ഇതുപോലൊരു മനുഷ്യനില്ല എന്ന് ഒക്കെ പുകഴ്ത്തി പേജുകൾ നിറച്ചെഴുതി സപ്ലിമെൻറ്റുകൾ നിറച്ച് രാവേറെ നീണ്ടു നിന്ന യാത്രകളിലൂടെ ജനലക്ഷങ്ങളുടെ നിലവിളിയും കരച്ചിലും ലൈവ് സംപ്രേഷണം ചെയ്ത് വിറ്റെടുത്തവർ തന്നെയായിരുന്നു അന്ന് ഇതേ മനുഷ്യൻ്റെ ചോരയ്ക്ക് വേണ്ടി ഈ പേപ്പറുകളും ഈ കഥകളും ഇതെല്ലാം ഒരു സംശയലേശമന്യേ വാർത്ത നൽകി ആസ്വദിച്ചതും ആഘോഷിച്ചതും. അതിൽ മരണപ്പെട്ടു പോയ ഒരാൾ മാത്രമല്ല, ജീവച്ഛവങ്ങളെപ്പോലെ കഴിഞ്ഞുകൂടിയ ശേഷം രണ്ടാം ജന്മമെടുത്തിറങ്ങിയ കുറച്ച് പൊതുപ്രവർത്തകരും ഇതിൻ്റെ ഇരകളായുണ്ട്. ഏതായാലും അതിനെ സംബന്ധിച്ച് ഫെന്നി എന്ന് പറയുന്ന അന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്ന് രാവിലെ കേൾക്കാനിടയായി. അതൊന്ന് കേട്ടോളൂ. ഇന്ന് ഞാൻ കോടതിയിൽ ഹാജരായി. ഞാനിവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് പത്തനംതിട്ട ജയിലിൽ വെച്ച് 19/7/2013 ഈ കേസിലെ ഒന്നാം പ്രതിയായ സരിത നായർ എനിക്ക് 21 പേജുള്ള ഒരു ഡ്രാഫ്റ്റാണ് എൻ്റെ തന്നത്. അത് പിന്നീട് ഈ കേസിലെ രണ്ടാം പ്രതിയായ ഇപ്പോഴത്തെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിൻ്റെ ഗൂഢാലോചന ഭാഗമായിട്ട് അത് 4 പേജും കൂടെ ആഡ് ചെയ്ത് അത് 25 പേജാക്കി അത് സോളാർ കമ്മീഷനിലും പലയിടത്തും ഹാജരാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള മൊഴിയാണ് ഞാനിവിടെ കോടതി മുമ്പാകെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഗൂഢാലോചനയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ റെസിപ്റ്റ് വാങ്ങിച്ചിട്ടാണ് ആ 21 പേജുള്ള ഒരു കത്ത് ഞാനത് വാങ്ങിച്ചെടുത്തത്. അതിനുശേഷം അത് തിരുത്തി 4 പേജും കൂടെ ആക്കി അത് സോളാർ കമ്മീഷനിൽ ഹാജരാക്കി അതിന് മേലിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് മേലിലുള്ള ഒരു കേസ് കോടതി എൻ്റെ ആദ്യം ഒരു മൊഴി എടുത്തിരുന്നു. ആ മൊഴിയിൽ പ്രഥമാദൃഷ്ടി കേസ് ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തിക്കൊണ്ട് ശേഷമാണ് അത് CC ആക്കിയിട്ട് രണ്ടാമത് എൻ്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ വ്യക്തമായിട്ട് കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. അത് 21 പേജാണ് എനിക്ക് കിട്ടിയത്. അത് ബാക്കി 4 പേജും കൂടെ ആഡ് ചെയ്ത് 25 പേജ് ഉണ്ടാക്കി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ പേര് മനഃപൂർവ്വം അതിനകത്ത് ആഡ് ചെയ്ത് പല UDF നേതാക്കന്മാരുടെ പേരും അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് അത് കൊടുത്തിരിക്കുന്നു. എന്തൊരു ധാർമ്മികത എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ജട്ടി മാറ്റിയ മന്ത്രിയുടെ കഥ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് 21 പേജിനോടൊപ്പം 4 പേജ് കൂട്ടിച്ചേർത്തത്. പരീക്ഷാ പേപ്പറിലെങ്ങാണോ ഇങ്ങനെ കൂട്ടിച്ചേർത്തായിരുന്നെങ്കിൽ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ സസ്പെൻഡിലാവുകയും ക്രിമിനൽ നടപടി പ്രകാരം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തേനെ. ഇത് കൂട്ടിച്ചേർത്തു എന്ന് കുറ്റം ആരോപിക്കപ്പെടുന്ന ആൾ തന്നെ കോടതിയെ സമീപിക്കുകയാണ്. ഇലക്ഷൻ കഴിയുന്നത് വരെ ഇത് വിചാരണയ്ക്കെടുക്കരുത്, ഇതിൽ വിധി പറയുകയും ചെയ്യരുത്. എന്താ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ കാര്യം. ഏതായാലും ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത്, നമ്മളൊക്കെ വളരെ ധീര വീര ശൂര പരാക്രമികളായി അനുയായികളാൽ ആവേശം കൊള്ളിച്ചു കൊടുക്കുന്നവരെക്കാൾ എത്രയോ ഭേദമാണ് നമ്മളെന്നൊക്കെ സ്വയം ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളാണിതൊക്കെ. ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്ത് അദ്ദേഹത്തിന് ആ രോഗം പിടിപെട്ടത് 100% മാനസികമായ തകർച്ചയിൽ നിന്നാകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. ഞാൻ കോടിയേരിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യത്തിലുമൊക്കെ എൻ്റെ നിലപാടൊന്നാണ്. കാരണം മനസ്സത്രമേൽ നൊന്ത് ഉരുകി കരിഞ്ഞു പോയാൽ പിന്നെ ശരീരത്ത് എവിടെയെങ്കിലുമൊക്കെ അണുക്കളായുള്ളത് വളരെ ശക്തമായി രംഗത്ത് വരികയും അത് ചെറുതായുള്ളത് വലുതാവുകയും ഇല്ലാത്തത് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമെന്ന് ഈ നമ്മുടെ വൈദ്യശാസ്ത്രം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. സാധാരണ പറയുമല്ലോ 100 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് 1 മിനിറ്റ് അനുഭവിക്കുന്ന സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇതും. എന്നിട്ട് വലിയ ധാർമ്മിക പ്രഭാഷണം ഒക്കെ അദ്ദേഹം നടത്താറുണ്ട് പലരെക്കുറിച്ചും. കഷ്ടം.